അപ്പൊ അതിഥിക്ക് വന്നിട്ട് രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കാണ്. ഇഡ്ഡലിയാണ്. 2 എണ്ണം മതിയോ? 3ാമത്തത് ഉണ്ടാക്കണോ? പൊടി വെച്ച് അഡ്ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആ ഗസ്റ്റ് അടുത്ത പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വരുമോ? വരില്ല. അപ്പൊ നാമജപം, ഭക്തിയുത സേവനം, ഈശ്വര സാക്ഷാത്കാരം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ജപം ഹരേ കൃഷ്ണ രാം രാം തീർന്നില്ലേ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ രുചി നഷ്ടപ്പെടും, ഈശ്വര അനുഗ്രഹം അവർക്ക് നഷ്ടപ്പെടും. അപ്പൊ അവിടെ ഉത്സാഹം വേണം. ഉത്സാഹം വേണമെങ്കിൽ മനസ്സിനെ മിത്രമാക്കണം. ഈ കൂലിക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ലോറിയിലൊക്കെ ഈ CITUക്കാർ സാധനമൊക്കെ എടുക്കുന്നത് 2 പേരായിരിക്കും കഷ്ടപ്പെട്ട് തൂക്കണം. ബാക്കിൽ 10 പേരുണ്ടാവും. വിടല്ല, അങ്ങോട്ട് പിടി, ഇങ്ങോട്ട് പിടി. വെറും വാചകം മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കും നമുക്കും പോയി കൈവച്ചിട്ടോ അങ്ങനെയൊക്കെ തോന്നും. ഒന്നുമില്ല, വെറുതെ ആൾക്കാരെ ഉത്സാഹപ്പെടുത്തുക. ഇത് ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. ദിവസവും രാവിലെ എണീക്കുമ്പോൾ മനസ്സ് ഉത്സാഹത്തോടുണ്ടെങ്കിൽ ആ ദിവസം മുഴുവനും പ്രകാശമായിരിക്കും, ആനന്ദകരമായിരിക്കും. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം നിസ്സാരമായില്ലാണ്ടാണ്. പക്ഷെ ആ ഉത്സാഹം ഇല്ലെങ്കിൽ പോയി. എന്തുകൊണ്ടാ? ആത്മാവ് മനസ്സിനെ മനസ്സിലാക്കി, മനസ്സിനെ നിയന്ത്രിച്ച് അതിനെ ഉത്സാഹത്തോട് മെയിൻറ്റെയിൻ ചെയ്യണം. രാമായണത്തിൽ അതിന് ഉദാഹരണം അംഗദൻ, അതായത് രാവണനെ തോൽപ്പിക്കാൻ പോയ സൈന്യത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ആരായിരുന്നു? അംഗദനായിരുന്നു. അംഗദൻ ആരാ? ബാലിയുടെ മകൻ. എന്നും രാവിലെ ശ്രീരാമചന്ദ്രമൂർത്തി ഒരു പൊതുയോഗം കൂട്ടും. പൊതുയോഗം കൂട്ടി നീ കിഴക്കോട്ട് പോ, നീ പടിഞ്ഞാറ് പോ, ഈ സേവനം ചെയ്യും, ആ സേവനം, എല്ലാ സേവനങ്ങളും ഏൽപ്പിക്കും. അംഗദൻ വരും. പ്രഭു എനിക്കെന്താ സേവനം? ഉത്സാഹത്തോട് ചോദിക്കും. ഉടനെ സുഗ്രീവൻ പറയും, പ്രഭു അവന് ഒന്നും കൊടുക്കരുത്, അവൻ കുറച്ച് ഓവർ സ്മാർട്ടാണ്, എന്തെങ്കിലും പോയി കാട്ടിക്കൂട്ടും, അവസാനം രാവണൻ പിടിച്ച് അയാളെ കൊല്ലും. ഇവന്റെ അച്ഛന്റെ മരണത്തിനെ ഞാനാണ് കാരണമെന്ന് ലോകം ദുഷിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവനും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാർ എന്നെ കുറ്റം പറയും. അംഗദന് വളരെ സങ്കടം തോന്നും. പക്ഷെ എന്നാലും അംഗദൻ വിടില്ല. അടുത്ത ദിവസം പോയി ഞാൻ ചെയ്യാം. ഉടനെ സുഗ്രീവൻ പറയും വേണ്ട, വിടില്ല. എന്നും പൊതുയോഗത്തിൽ കൈ തൂക്കിയിട്ട് വരും, ഞാൻ ചെയ്യാം. അവസാനം ശ്രീരാമൻ പറഞ്ഞു, ശരി, നീ ലങ്കയിൽ പോയി രാവണന് അവസാനത്തെ സന്ദേശം കൊടുക്കുക. എന്താ സന്ദേശം? ഇപ്പോഴും താമസിച്ചില്ല, സീതാദേവിയെ തിരികെ കൊടുത്ത് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടേക്കാം. ഇത് കൊടുക്കാനായിട്ട് അംഗദനെ പറഞ്ഞു വിട്ടു. അംഗദൻ നേരെ രാവണന്റെ കൊട്ടാരത്തിൽ പോയി സ്ക്രീനിൽ കർട്ടനിലൊക്കെ പിടിച്ച് തൂങ്ങി ചാടി രാവണന്റെ മുമ്പേ. രാവണൻ അങ്ങ് ഭീമാകാരമായ ഒരു രൂപം, അംഗദൻ കൊതുപോലെ ഇരിക്കുന്നു. അംഗദൻ ചെന്ന് മാറിലടിച്ചോണ്ട് പറഞ്ഞു, ഹേ രാക്ഷസ രാജ രാവണ. രാവണൻ നോക്കിയപ്പോ ഏതൊരു ഈച്ചയെ പോലത്തെ ഒരു സാധനം. രാവണൻ വില കൽപ്പിച്ചില്ല. പക്ഷെ അംഗദൻ അത് പറഞ്ഞ് ചാടി ഓടി രാമന്റെ അടുത്ത് വന്ന് സന്തോഷത്തോട് പറഞ്ഞു. വാൽമീകി മഹർഷി രാമായണത്തിൽ എഴുതുക, അംഗദന് യാതൊരു ഗുണവുമില്ല, യോഗ്യതയുമില്ല ആ സേവനം ചെയ്യാൻ. എന്നാൽ അവന്റെ ഉത്സാഹം കാരണം അംഗദനെ ശ്രീരാമൻ അനുവദിച്ചു എന്നാ പറയുന്നത്. രാമായണത്തിലെ അണ്ണാൻകുഞ്ഞിന്റെ കഥ അറിയാലോ. ഹനുമാൻ വലിയ പാറക്കഷ്ണം തൂക്കിയിട്ട് പോകുമ്പോൾ ഇത് വെറും കടുകുമണി പോലെ സാധനങ്ങൾ ഉരുട്ടിക്കൊണ്ടുപോകും. എന്നാൽ അതിന്റെ ഉത്സാഹം കാരണം അതിനെ ശ്രീരാമചന്ദ്രമൂർത്തി സ്വീകരിച്ചു. മനസ്സെന്താണ്, ബുദ്ധി എന്താണ്, ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവുകയില്ല. മനസ്സിനെ നിലയ്ക്ക് നിർത്തും. അവിടെ 3-ാം അധ്യായം അവസാനിക്കും. പിന്നെ 4-ാം അധ്യായം തൊട്ട് ഭഗവാൻ ഒരു ഭക്തൻ എൻ്റെ അടുത്ത് എങ്ങനെ വരും എന്ന് 3 പാതകളാ 3 മാർഗങ്ങളാ കാണിക്കുന്നത്. ഒന്ന് കർമ്മയോഗം, ഇനിയൊന്ന് ജ്ഞാനയോഗം, ഇനിയൊന്ന് അഷ്ടാംഗയോഗം, 4ാമത്തത് ഇത് 3നെയും കൂട്ടിച്ചേർത്ത് ഒരു അവിയലുണ്ടാക്കി. 3 മാർഗം, 3 റോഡിൽ കൂടെ ആരെ സമീപിക്കാൻ പറ്റും? ഭഗവാനെ സമീപിക്കാൻ പറ്റും. ഒന്ന് കർമ്മയോഗം, 2ാമത്തത് ജ്ഞാനയോഗം, 3ാമത്തത് അഷ്ടാംഗയോഗം. കർമ്മയോഗം എന്ന് വെച്ചാൽ എന്താണ്? കർമ്മം ചെയ്യുക, ഫലം പ്രതീക്ഷിക്കാതെ ഇരിക്കുക. നമ്മളെയൊക്കെ പോലെ മാസം 30 ദിവസം ജോലിക്ക് പോവുക. ശമ്പളം തരുമ്പോൾ മാനേജർ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കർത്തവ്യം. അങ്ങനെ ജോലി ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ?
ഫസ്റ്റ് ബില്ല് കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ടേ ജോലി ചെയ്യും. അങ്ങനത്തെ കർമ്മയോഗികളാണ് നമ്മളെല്ലാവരും. അവരുടെ ഡ്യൂട്ടി കലികാലത്തില് കുടുംബത്തിനകത്ത് പോലും ഇങ്ങനത്തെ നിസ്വാർത്ഥമായ കർമ്മമില്ല. ഇപ്പൊ നിങ്ങളുടെ പിറന്നാളിന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നു, എല്ലാം ചുവന്ന തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒരു പൊതി തന്നു. അത് കയ്യിൽ കിട്ടിയ ഉടനെ ഫസ്റ്റ് എന്ത് നോക്കും? ആ ഗിഫ്റ്റ് കയ്യിൽ കിട്ടി, ഫസ്റ്റ് എന്ത് നോക്കും? എന്ത് നോക്കും? എന്താണ് സാധനം? ശരി, പിന്നെ രണ്ടാമത്തത് അതിന്റെ വില എത്ര? ആ തന്ന ബുദ്ധിമാൻ സ്റ്റിക്കർ ആക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നോക്കുന്നത് ഫസ്റ്റ് അത് നോക്കും. നോക്കിയിട്ട് എന്താ തീരുമാനിക്കുന്നത്? ആ മനുഷ്യന്റെ സ്നേഹത്തിന് 212 രൂപ വില, അതങ്ങ് വില വെക്കും. അപ്പൊ അവനൊരു ആവശ്യം വരുമ്പോൾ 10 രൂപ കൂട്ടി അങ്ങ് കൊടുക്കും. ഇല്ലേ, പലരുടെ വീട്ടിൽ അങ്ങനെ പൊതി കാണും, നമുക്ക് ഇഷ്ടമില്ലാത്ത കുക്കറും കപ്പൻ സാസറും, നാളെ വേറെ ആരുടെയും വീട്ടിൽ തിരിച്ചു കൊടുക്കാനായിട്ട്. ഒരു കുടുംബത്തിനകത്ത് പോലും സ്നേഹത്തിന് വില വെക്കുന്ന ഒരവസ്ഥ. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ഭൂമിയൊക്കെ സമ്പാദിച്ചു വെച്ചാല് ഒരു ദിവസമെങ്കിലും മക്കൾ പറഞ്ഞിരിക്കും, നിനക്ക് റോഡ് സൈഡ് കെട്ടി എനിക്ക് അകത്തായിപ്പോയി, നിനക്ക് വില കൂടിയത് എന്ന് അച്ഛന്റെ സ്നേഹത്തിനെ കൂറിടുന്ന മക്കളാണ്. ശരിയാണോ തെറ്റാണോ? ഭഗവാൻ പറയുന്നു, ആ അവസ്ഥയിൽ നിന്ന് ഉയർന്ന് ഫലം പ്രതീക്ഷിക്കാതെ അവരവരുടെ കർത്തവ്യം ചെയ്യുക. എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കർത്തവ്യം. അവർ എന്ത് തിരിച്ചു തരുമെന്നല്ല, ഞാൻ ഭക്തിയിലേക്ക് പോകേണ്ടത് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ റോൾ, ഞാനൊരു അധ്യാപകനാ, ചിലർ വിദ്യാർത്ഥികളാ, ചിലർ ഡോക്ടറാണ്, ചിലർ നേതാക്കൻ, ചിലർ ഗൃഹനാഥനാണ്. എൻ്റെ കർത്തവ്യം കൃത്യമായി ചെയ്യുക. ഇങ്ങോട്ട് എന്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ. ആ പ്രസിദ്ധമായ ശ്ലോകം ഉണ്ടല്ലോ, എന്താണ്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. ഫലം പ്രതീക്ഷിക്കരുത്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മേലെ വരാൻ സാധിക്കും. എത്ര പേർക്ക് ഇത് സാധിക്കും? ഈ മാസം തൊട്ട് ജോലിക്ക് പോയിട്ട് ശമ്പളം വേണ്ട, അതായിരിക്കും പാവപ്പെട്ടവർക്ക് കൊടുത്തോളൂ, എനിക്ക് വേണ്ട, എനിക്ക് 2 ഇഡ്ഡലി മാത്രം. എത്ര പേർക്ക് പറ്റും? ഉടനെ അർജുനൻ പറഞ്ഞു, കൃഷ്ണ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇത് വേണ്ട, അടുത്ത ഒരു പാത്വേ ഇത് വേണ്ട, ഇത് ഞാൻ ഉപേക്ഷിച്ച്, ഈ റോഡ് അങ്ങ് ഉപേക്ഷിച്ച്. ഏത് റോഡ്? കർമ്മയോ, എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് വേറെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ജ്ഞാനയോഗം. എന്താണ് ജ്ഞാനയോഗം? ഈ പ്രപഞ്ചത്തിൽ ചലിക്കുന്നതും ചലിക്കാത്തതും സർവ്വതും ഈശ്വരന്റെ കൽപ്പനയില്ലാതെ ഒരു പുല്ല് പോലും അനങ്ങത്തില്ല. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവം സർവമിതി സ മഹാത്മാ സുദുർലഭ. എനിക്ക് ദുഃഖം വന്നാലും അത് എന്തെങ്കിലും ഭഗവാൻ ഉദ്ദേശിച്ച് നന്മ വെച്ചിട്ടുണ്ടാകും എന്ന്, ഈശ്വരനാണ് ഇതിന്റെ പുറകെ എന്ന് പറഞ്ഞ് എപ്പോഴും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി, ജ്ഞാനമാർഗം. അതിനൊരു പ്രസിദ്ധമായ ഉദാഹരണം, ഒരു രാജാവിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. എന്ത് നടന്നാലും ശ്രീരാമജയം, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയും. രാജാവിന് ആ മന്ത്രിയെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം രാജാവ് എന്തോ പഴം മുറിച്ചപ്പോ കൈ മുറിഞ്ഞു ചോര വന്നു. മന്ത്രി പറഞ്ഞു, ശ്രീരാമജയം, എല്ലാം നല്ല ഇത്. രാജാവിന് ഇഷ്ടപ്പെടുവോ? വിരല് മുറിഞ്ഞപ്പോ രാജാവ് ദേഷ്യത്തിൽ പറഞ്ഞു, അയാൾക്ക് ഭക്തിമൂത്ത് വട്ടായി പിടിച്ച് അടച്ചു വെച്ചേക്കാം. ജയിലിൽ തുരങ്കിൽ പിടിച്ച് അടയ്ക്കാൻ പറഞ്ഞു. അപ്പോഴും മന്ത്രി എന്താ പറഞ്ഞത്? എല്ലാം നല്ല ഇത്, ശ്രീരാമജയം. രാജാവ് വിചാരിച്ചു ഇത് ഫുൾ വട്ടായി. അത് കഴിഞ്ഞ് രാജാവ് വേട്ടയ്ക്ക് പോയ വഴിക്ക് വഴി തെറ്റി കാട്ടിനകത്തായി പോയി. കാളി ഭക്തന്മാർ നരബലിക്ക് വേണ്ടി ഒരാളെ തപ്പി നടക്കുവാണ്. നല്ല തിന്നു കൊഴുത്ത ഒരു രാജാവ് വിളിച്ചുകൊണ്ടുപോയി. എന്തിന്? കാളിക്ക് ബലി കൊടുക്കാൻ. കാളിയുടെ ഫ്രണ്ടിൽ വെച്ച് പാട്ടൊക്കെ പാടി മഞ്ഞവെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിച്ച് വാളുമെടുത്ത് വെട്ടാൻ വന്നപ്പോഴാണ് നോക്കിയത് കയ്യിലൊരു കെട്ട്. ഉടനെ പറഞ്ഞ, അയ്യോ, ഈ ബലി അപൂർണമാണ്. ഈ വിഷുക്കനിക്ക് മറ്റേ മത്തങ്ങ കുമ്പളങ്ങയൊക്കെ വാങ്ങിക്കൂല്ലേ, ഇല്ലേ? കുത്തും കോമയും സ്റ്റാറും ഒന്നും ഇല്ലാതെ മേടിക്കൂല്ലേ? അപ്പൊ ഇത് കാളിക്ക് കൊടുക്കാൻ പറ്റില്ല. എന്ത് പറ്റി? കാളി ഈ രാജാവിന്റെ കയ്യിൽ കെട്ടാ, വിട്ടേക്കാൻ പറഞ്ഞു. രാജാവ് വിചാരിച്ച മന്ത്രി പറഞ്ഞത് 100% ശരി. രാവിലെ വിരൽ മുറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് മുറിയുമായിരുന്നു? തല മുറിയുമായിരുന്നു. ഓടിച്ചെന്ന് മന്ത്രി എടുത്ത് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, മാപ്പ്. പക്ഷെ എനിക്കൊരു കുട്ടി സംശയം. എന്താ സംശയം?
ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ നീ ഒരു തെറ്റും ചെയ്യാതെ ഇന്ന് മുഴുവൻ ദിവസം ഇതിനകത്ത് കിടന്നല്ലോ, നീ അതും ഈശ്വര ഇച്ഛയെന്ന് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? മന്ത്രി പറഞ്ഞു, തമ്പുരാനെ, എന്നെ പിടിച്ച് അടച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരുമായിരുന്നു, അവര് നിങ്ങളെ വിട്ടിട്ട് എന്റെ തല വെട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇത് തമാശ രൂപത്തിൽ പറഞ്ഞാലും നമ്മളെ ലൈഫിൽ അത് സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ജ്ഞാനയോഗി. എല്ലാത്തിന്റെ പുറകെയും വാസുദേവം സർവം വിധി സമഹാത്മാ സുദുർലഭ. എന്ത് നടന്നാലും, എന്റെ കാലൊടിഞ്ഞാലും കൈയൊടിഞ്ഞാലും അത് ഈശ്വര ഇച്ഛയാണെന്ന് മനസ്സിലാക്കുക. കാരണം ഏതോ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ അത് ചെയ്തത്. ഞാൻ നടന്ന ഒരു കാര്യം പറയുന്നത് വെറും ഇത് കഥയല്ല, നടന്ന കാര്യമാണ്. ഒരാൾ വീട്ടിൽ കിടന്ന് ഉറങ്ങി, പുതിയ വീടാണ്, നല്ല മഴ പെയ്തപ്പോൾ ഒരു ഇഷ്ടിക അയാളെ ദേഹത്ത് വന്നു വീണു. പുതിയ വീടാണ്, അത്ര നല്ല കോൺട്രാക്ടറായിരുന്നു, ഗുരുവായൂരുകാരനായിരിക്കും, നല്ല കോൺട്രാക്ടറാണ്. ഒരു കല്ല് വന്ന് അയാളുടെ പുറത്ത് വീണു, നല്ല കയ്യിൽ മുറിവൊക്കെ ഉണ്ടായി. അയാൾക്ക് ഭയങ്കര ദേഷ്യം. നാളെ പുലർച്ചയ്ക്ക് ഞാൻ അവനെ പോയി അടി ഉണ്ടാക്കുക, കൈ മുറിഞ്ഞ് ചോര വരിക. അപ്പൊ നാട്ടുകാരെല്ലാം പറഞ്ഞ്, ബന്ധുക്കളൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ഒരു കെട്ടിട എന്തെങ്കിലും ഒന്ന് നോക്കാം. അയാൾ പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ വരില്ല. എന്തിന്? ഇനി അവിടെ പോയ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ അവരൊരു ബില്ല് തരും, ഞാൻ വരില്ല. പിന്നെ ആരോ ബന്ധുക്കളൊക്കെ പിടിച്ച് നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. വിചാരിച്ച പോലെ വലിയൊരു ബില്ല് വന്നു. അയാൾ ഉടനെ ദേഷ്യപ്പെട്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല വരില്ല, കണ്ടില്ലേ, ഈ പൈസക്ക് ഇനി ആരടയ്ക്കാൻ പോകണം, ഞാൻ അടയ്ക്കില്ല, നിങ്ങളൊക്കെ അടയ്ക്കും. അപ്പൊ ബന്ധുക്കൾ പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ വന്നത് നന്നായി. എന്തുകൊണ്ടാണ്? മഴ നിന്നില്ല, മുഴുവൻ ചുമര് പിടിഞ്ഞു വീണു. നീ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലേ? ആക്ച്വലി നമുക്കറിയുന്നില്ല. ശരിക്കും ദൈവത്തിനെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതം സുഖ ദുഃഖം ലാഭനഷ്ടം ജയം പരാജയമാണ്. പെണ്ണ് കറുപ്പ് വെളുപ്പ് രാത്രി പകൽ ദ്വന്ദ്വങ്ങൾ മാറി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈശ്വര ഭക്തൻ അറിയാം, ദോഷം വന്നാലും അത് നല്ലതിന് വേണ്ടിയാണ്. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻമാം പ്രപദ്യന്തേ വാസുദേവം സർവം ഇതി. എല്ലാത്തിന്റെ പുറകെയും ആരാണ്? വാസുദേവനാണ്. അർജുനൻ പറഞ്ഞു, ഇത് കൊള്ളാം ഈ മാർഗം, എന്ന വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? അർജുനൻ ചോദിച്ചു. ഇത് ഓക്കെ. ആദ്യം കർമ്മയോഗം പറഞ്ഞപ്പോ പറ്റൂലെന്ന് പറഞ്ഞു, ജ്ഞാനയോഗം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഓക്കെ, പക്ഷെ വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉടനെ ഭഗവാൻ അഷ്ടാംഗ യോഗം. എന്താണ്? നാസാഗ്രേ, വീടും കാടും കൂടും എല്ലാം ഉപേക്ഷിച്ച് ചെന്ന് കാട്ടിയിരിക്കുക. കണ്ണ് മുഴുവനും തുറക്കാനും പാടില്ല, പകുതി തുറക്കാനും പാടില്ല. ശ്വാസം വേഗത്തിൽ വിടാനും പാടില്ല, പതുക്കെ വിടാനും പറ്റില്ല. കണ്ണ് കാഴ്ച മുഴുവനും മൂക്കിന്റെ അറ്റത്തായിരിക്കണം. നട്ടല് നിവർന്നിരിക്കണം. വേറെ ഒന്നും അനങ്ങാൻ പാടില്ല. ഭക്ഷണത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ഹൃദയത്തിലുള്ള പരമാത്മാവിനെ ധ്യാനിക്കണം. നമ്മളൊക്കെ ഏകാദശി വ്രതം എടുക്കും. 15 ദിവസം ഒരിക്കലും ധാന്യം കഴിക്കാൻ പാടില്ല. രാവിലെ 5 മണിക്കേ ഇഡ്ഡലിയെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. എന്ന് ഉപവസിക്കണമെന്ന് വിചാരിക്കും, അന്ന് വിശപ്പ് കൂടുതലായിരിക്കും, ഇല്ലേ? അപ്പോ യോഗി എങ്ങനെ ആയിരിക്കണം? ഭൂമിയിലിരുന്ന് അല്പം ഉയർന്ന് ഒരുപാട് ഉയരാതെ, മൂക്കിന്റെ അറ്റത്തിൽ കാഴ്ച, കണ്ണ് മുഴുവനും തുറക്കാൻ പാടില്ല, പകുതിയും തുറക്കാൻ പാടില്ല. ശ്വാസം മിതമായ ഗതിയിലായിരിക്കണം. യോഗിനാമപി സർവേഷാം മദ്ഗതേരന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോഗി. ഇങ്ങനെ അർജുനൻ പറഞ്ഞു, ഇത് ഒട്ടും പറ്റില്ല, ഇത് ഭയങ്കര പാടാണ്. എത്ര പേർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും? 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? പറ്റും. ഞാൻ ഇരുന്നാ ഉറങ്ങിപ്പോയി. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ചിന്തിക്കാൻ പാടില്ലെന്ന് വിചാരിച്ചിരുന്ന അപ്പോഴായിരിക്കും ആ ചിന്ത വരുന്നത്. ഈ മറ്റേ കഷണ്ടിക്ക് കുരങ്ങൻ, അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ? കഷണ്ടിക്ക് വൈദ്യം മരുന്ന് കൊടുത്തു. എന്ത് മരുന്ന് കൊടുത്തു? ഒരു സാധനം കൊടുത്തു. കുടിക്കുമ്പോ കരിങ്കുരങ്ങിനെ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ ഇയാൾ എന്നും മരുന്ന് കുടിക്കുമ്പോ എന്ത് ചിന്തിക്കും? കരിങ്കുരങ്ങ്. എന്ത് ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ മനസ്സ് അതേ ചിന്തിക്കുള്ളൂ. അർജുനൻ പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ ആദ്യം തൊട്ട് നോക്കാം. സൈന്യ നിരീക്ഷണം എന്താണ്? നമ്മളെ കാണുന്ന കണ്ണാടി. 2-ാം അധ്യായം ശരീരം ആത്മാവ്. 3-ാം അധ്യായത്തില് മനസ്സ് കാളും ശക്തി കൂടിയതാണ്.
പിന്നെ അടുത്ത് വരുന്ന അധ്യായങ്ങൾ 3 മാർഗം. ആദ്യം കർമ്മയോഗം, അർജുനൻ പറ്റില്ലെന്ന് പറഞ്ഞു. ജ്ഞാനയോഗം ഓക്കെ, വേറെ ചോയ്സ് ചോദിച്ചു. അഷ്ടാംഗയോഗം ഒട്ടും പറ്റില്ലെന്ന്. എന്തെങ്കിലും ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, ഇത് 3 മിക്സ് ചെയ്ത് ഞാൻ ഒന്ന് തരാം. ഇത് 3നെയും മിക്സ് ചെയ്ത് ഏത് വ്യക്തിക്കും അപിചേത്സു ദുരാചാരോ ഭജന്തേ മാം അനന്യവത് സാധുരേവ സമന്തവ്യഃ. അതായത് ഒരു ദുരാചാരി, പാപി, നീചൻ, വേണ്ടാത്ത തെറ്റുകളൊക്കെ ചെയ്തവന് പോലും ഇത് പരിശീലിക്കാൻ പറ്റും. ക്രമേണ അത് സാധ്യമാണ്. അല്പം പരിശീലിച്ചാൽ ആ ഒരു അവസ്ഥയിൽ എത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞത് 9-ാം അധ്യായത്തില് മന്മനാഭവ മദ്ഭക്തഃ മദ്യാജി മാം നമസ്കുരു. ആർക്ക് വേണമെങ്കിലും പറ്റും. ഇപ്പൊ ഇരുന്ന സ്ഥലത്ത് എണീറ്റ് ഒരു നമസ്കാരം ഭഗവാൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിന് തലകുത്തിന് വല്ലം നിൽക്കണോ? എല്ലാവർക്കും സാധിക്കും, ഇല്ലേ? ശരി, ഒരു പൂ എടുത്തിട്ട് അവിടെ പാദത്തിലിടാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒരു തവണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. മനസ്സിൽ കൃഷ്ണ എന്ന് വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഏത് പാപിക്കും നീചനും സാധാരണക്കാർ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത് ഭക്തിമാർഗം എന്ന് പറഞ്ഞ് ഭഗവാൻ 9-10-9-ാം അധ്യായത്തിൽ ഈ 3 യോഗത്തിനെയും കൂട്ടിച്ചേർത്ത് ഒരു എളുപ്പമായ ഒരു വഴി അർജുനൻ കൊടുത്തു. അർജുനന്റെ അടുത്ത് ചോദിച്ചു, ഇത് പറ്റോ? ഇത് പറ്റും. ഇത് ഏത് മടിയെന്നും സാധിക്കും. അപ്പൊ അത് കഴിഞ്ഞ് 10-ാം അധ്യായത്തില് കൃഷ്ണൻ താൻ ആരാണ് എന്ന് വിശദീകരിക്കുകയും 11-ാം അധ്യായത്തിൽ തന്റെ വിശ്വരൂപം കാണിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഭഗവത്ഗീത യഥാർത്ഥത്തിൽ ഒരു യാത്രയാണ്. ഭൗതിക ലോകത്തിന്റെ ആഴത്തിൽ മൂழ்കിക്കിടക്കുന്ന, കാണാതെ ഇരിക്കുന്ന ഒരു ജീവാത്മാവിനെ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന യാത്ര. അത് അവസാനിക്കുന്നത് ഗീതയുടെ ചരമശ്ലോകം അല്ലെങ്കിൽ ശരണാഗതി ശ്ലോകം. ഭഗവത്ഗീത മുഴുവനും പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും 18-ാം അധ്യായം 66-ാമത്തെ ശ്ലോകം, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചി. ഇതിൽ ഒരു ചെറിയ കാര്യമുണ്ട്. ഭഗവാൻ എന്താ പറയുന്നത്? മറ്റെല്ലാ വിശ്വാസങ്ങളെയും ഉപേക്ഷിക്കുക, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. പൊസസീവ്നെസ്, മനുഷ്യ പൊസസീവ്നെസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അത് വന്നത്? ഭഗവാനുള്ളത് കൊണ്ടാണ് അത് വന്നത്. ഇപ്പോ മഹാഭാരതത്തിൽ ആ കഥയുണ്ട്. ദ്രൗപദി കൃഷ്ണ 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 ഒരുപാട് വിളിച്ചു, കൃഷ്ണൻ വന്ന് സഹായിച്ചില്ല. അവസാനം 2 കൈയും വിട്ട് ഉയർത്തി ഭഗവാനെ ഹേ മാധവ മധുസൂദന എന്ന് വിളിച്ചപ്പോ ഭഗവാൻ വന്നു. ദ്രൗപദി ചോദിച്ചു, ഇത്ര നേരം ഞാൻ വിളിച്ചപ്പോ നീ എന്താ വരാത്തത്? കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, നീ സാരിയും പിടിച്ചുകൊണ്ടല്ലേ വിളിച്ചത്. എപ്പോൾ കൈ നീയേ ഗതി, മാതാച പിതാ ത്വമേവ ബന്ധൂച സഖാ ത്വമേവ വിദ്യാച ദ്രവിഡം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ എന്ന് ശരണാഗതി പ്രാപിച്ചു. അപ്പൊ ഞാൻ സഹായിച്ചു. പിന്നെന്താണ്? മാം ഏകം, ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചാൽ ആ ഒരു പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് പോകാം. അത് എങ്ങനെ സാധിക്കും? നേരത്തെ നമ്മുടെ സന്യാസി വര്യൻ പറഞ്ഞതുപോലെ കലികാലത്തിൽ നാമത്തിൽ കൂടെയാണ് ഇത് സാധ്യം. ഭാഗവത മറ്റ് ഗ്രന്ഥങ്ങൾ, ശാസ്ത്രം എല്ലാം പറയുന്നു, തപസ്യേക്കാളും പൂജയെക്കാളും ദാനധർമ്മ എല്ലാത്തിനേക്കാളും ഉയർന്നത് നാമജപമാണ്. ഇപ്പോ അമ്പലത്തില് കുളിക്കാതെ പോയി ഭഗവാനെ പൂജിക്കാനോ തൊഴാനോ സാധിക്കുമോ? ഇല്ല. പക്ഷെ ഒരു അസുഖം വന്നു, കുളിക്കാതെ നാമം ജപിക്കാമോ? ചെയ്യാം. ഇനി നമ്മൾ ഭഗവത് വിഗ്രഹം ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി വെച്ച് പൂജിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു ശ്മശാനത്തിൽ ഒരു ശവദാഹത്തിന് പോകുമ്പോൾ അവിടെ നാമം ജപിക്കാൻ സാധിക്കുമോ? സാധിക്കും. ഇപ്പൊ പെട്ടെന്ന് രാത്രി 2 മണിക്ക് എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം, പോയി വാതിൽ തട്ടി അവർ തുറന്നു തരുമോ? ഇല്ല. രാത്രി 2 മണിക്ക് ഒരാൾ എണീറ്റിരുന്ന് നാമം ജപിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ?
തത്രാർപ്പിത നിയമിത സ്മരണേന കാല വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം. ഇതെല്ലാത്തിനും, വേദം, യജ്ഞം, ദാനം, ഇതെല്ലാത്തിനും ഉപരി കലികാലത്തിൽ ഏതാണ്? നാമജപം. അതുകൊണ്ട് ആ ഭാഗവതം പറയുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രനാശം. അപ്പോൾ ഈ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. കൂടിയിരിക്കുന്ന സജ്ജനങ്ങൾ ദിവസവും അതിനു വേണ്ടി അല്പം സമയം കണ്ടെത്തി ഈ മന്ത്രം കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വളരെ നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം തന്ന ഭാഗവത സത്രസമിതിക്കും പ്രത്യേകിച്ചും ശ്രീ നാരായൺജി